വെൽക്കം ബാക്ക്. ഇന്നത്തെ വൊക്കാബുലറി ഏതാണെന്ന് നോക്കാം. എലിജിബിൾ, ഇല്ലെജിബിൾ. കേൾക്കുമ്പോൾ രസമുള്ള രണ്ട് വേർഡ്സ് ആണല്ലേ. എന്നാ ഇവ തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മാത്രമല്ല ഈ രണ്ട് വേർഡ്സ് ഡെയിലി ലൈഫിൽ എവിടെ യൂസ് ചെയ്യാമെന്ന് കൂടി നോക്കാം. എലിജിബിൾ എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് ആണ് എന്നൊരു സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പോസ്റ്റ്, ജോലി, ഇതിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അവൻ ആ ജോലിക്ക് യോഗ്യനാണ്. അത്തരത്തിലുള്ള ഒരു യോഗ്യൻ എന്ന സെൻസിലാണ് നമ്മൾ ഇംഗ്ലീഷിൽ എലിജിബിൾ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. സെന്റൻസസ് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. ഹി ഈസ് എലിജിബിൾ ഫോർ ദ പോസ്റ്റ്. ഹി ഈസ് എലിജിബിൾ ഫോർ ദ പോസ്റ്റ്. ഈ പോസ്റ്റിന് അദ്ദേഹം യോഗ്യനാണ്. കണ്ടോ, എലിജിബിൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന പോസ്റ്റിന് യോഗ്യനാണ് എന്ന അർത്ഥത്തിലാണ്. റീമ ഈസ് എലിജിബിൾ ഫോർ ദ സ്കോളർഷിപ്പ്. റീമ ഈ സ്കോളർഷിപ്പിന് യോഗ്യതയുള്ളവളാണ് അല്ലെ. റീമ ഈസ് എലിജിബിൾ ഫോർ ദ സ്കോളർഷിപ്പ്. അപ്പൊ മലയാളത്തിൽ ആ യോഗ്യൻ എന്ന് പറയുന്ന വേർഡുമായി റിലേറ്റഡ് ആണ് നമ്മൾ പറയുന്ന എലിജിബിൾ. ബട്ട് എലിജിബിലിറ്റിയുമായി ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. അത് യോഗ്യത എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇല്ലെജിബിൾ നോക്കാം. അടുത്ത വേർഡാണ് ഇല്ലെജിബിൾ. വിച്ച് കനോട്ട് ബി റീഡ്. വളരെ മോശമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇല്ലെജിബിൾ എന്ന് പറയാം. അപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനെയാണ് നമ്മൾ ഇല്ലെജിബിൾ എന്ന് പറയുന്നത്. സെന്റൻസസ് നോക്കാം. ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഇല്ലെജിബിൾ. ഹിസ് ഹാൻഡ് റൈറ്റിംഗ് ഈസ് ഇല്ലെജിബിൾ. അവന്റെ ഹാൻഡ് റൈറ്റിംഗ് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ നമുക്ക്. The signature on the contract is illegible. Please sign again. കണ്ടോ, ആ സിഗ്നേച്ചർ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഒട്ടും ക്ലിയർ അല്ല. പ്ലീസ് സൈൻ അഗെയിൻ. The signature on the contract is illegible. Please sign again. അപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനെ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതിനെ നമുക്ക് ഇല്ലെജിബിൾ എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ വൊക്കാബുലറി എലിജിബിൾ, ഇല്ലെജിബിൾ എന്നീ വേർഡ്സിനെ കുറിച്ചാണ്. എലിജിബിൾ എന്ന് പറയുമ്പോൾ അയാൾ അതിന് യോഗ്യനാണ്. അത് എന്ത് കാര്യമായാലും ആ പെർട്ടിക്കുലർ കാര്യത്തിന് യോഗ്യനാണ് എന്ന സെൻസിലാണ്. എലിജിബിൾ എന്ന വേർഡും ക്യാൻ എന്ന വേർഡും കൺഫ്യൂസ്ഡ് ആവരുത്. എലിജിബിൾ എന്ന വേർഡ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ക്വാളിഫിക്കേഷൻ ബേസിലാണ്. എന്നാൽ ക്യാൻ പറയുമ്പോൾ അയാളുടെ ഒരു കഴിവാണ്. ഹി ക്യാൻ എന്ന് പറയുന്നത് ഹി ഈസ് ഏബിൾ അല്ലെങ്കിൽ ഹിസ് എബിലിറ്റി എന്നൊരു സെൻസിലാണ്. ഇനി ഇല്ലെജിബിൾ. ഇല്ലെജിബിളിന് പകരം നമ്മളൊരു നാടൻ പ്രയോഗമുണ്ട്, ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. ഇനി ആ ഒരു പ്രയോഗത്തിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്താൽ മതി? ഇല്ലെജിബിൾ എന്ന വേർഡ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഡിഫറൻസസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.